ഭാരത സൈന്യത്തിന് കരുത്തായി പുതിയ ആന്റി ഡ്രോൺ റേഞ്ചർ. ഇന്ത്യയുടെ അതിർത്തികളിൽ ഇനി പാകിസ്ഥാന്റെ ഡ്രോണുകൾക്ക് പറക്കാനാകില്ല. പാകിസ്ഥാന്റെ ഡ്രോണുകളെ നിർവീര്യമാക്കാൻ ഇന്ത്യയുടെ ആയുധ കരുത്തിൽ ഒരു പുത്തൻ താരോദയം ഉണ്ടായിരിക്കുന്നു. ഇന്ദ്രജാൽ റേഞ്ചർ. പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ഡ്രോണുകളാണ്. ഇന്ത്യയുടെ അതിർത്തി വഴി മയക്കുമരുന്നുകളും ആയുധങ്ങളും കടത്താൻ പാകിസ്ഥാൻ നിരന്തരമായി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഡ്രോണുകൾ. ആ ഡ്രോണുകളെ കണ്ടെത്തി നശിപ്പിക്കാൻ ഇതാ ഇന്ത്യയുടെ ഏറ്റവും പുതിയ ആധുനികമായ ആന്റി ഡ്രോൺ സിസ്റ്റം പുറത്തു വന്നിരിക്കുന്നു. ഇന്ദ്രജാൽ എന്ന് പേരിട്ട് വിളിക്കുന്ന ഈ ആന്റി ഡ്രോൺ സംവിധാനം 4 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ ഡ്രോണുകളെയും കണ്ടെത്തുകയും അവയെ നിർവീര്യമാക്കുകയും ചെയ്യും. തദ്ദേശീയമായി ഹൈദരാബാദ് ആസ്ഥാനമായ ഗ്രീൻ റോബോട്ടിക്സിന്റെ ഡ്രോൺ ഡിഫൻസ് വിഭാഗം തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ദ്രജാൽ രാജ്യത്തെ ആദ്യത്തെ ആന്റി ഡ്രോൺ പെട്രോൾ വെഹിക്കിളാണിത്. നിലവിൽ അതിർത്തികളിൽ സദാ ജാഗരൂകരായിരിക്കേണ്ടത് BSFന്റെയും അതിർത്തി കാക്കുന്ന സൈന്യത്തിന്റെയും ഉത്തരവാദിത്തമാണ്. കാരണം ഏത് നിമിഷം വേണമെങ്കിലും പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോണുകൾ ഇന്ത്യയുടെ അതിർത്തി കടക്കാം. എന്നാൽ ഇനി ഇന്ദ്രജാൽ എത്തിയതോടുകൂടി തന്നെ അതിർത്തികളിൽ നിരന്തരമായി പെട്രോളിംഗ് നടത്താനുള്ള സംവിധാനമുണ്ടാകും. അതിർത്തി കടന്ന് എത്താൻ സാധ്യതയുള്ള ഡ്രോണുകളെ അതിർത്തിക്ക് അപ്പുറത്ത് വെച്ച് തന്നെ നശിപ്പിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ ഇന്ദ്രജാൽ റേഞ്ചറിലുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 255-ലധികം ഡ്രോണുകളെയാണ് BSF വെടിവെച്ചിട്ടത്. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലെ തീവ്രവാദികൾക്ക് ആയുധങ്ങളും മയക്കുമരുന്നുകളും എത്തിക്കുന്നതിനുള്ള ഏറ്റവും എളുപ്പമാർഗമാണ് ഡ്രോണുകൾ. ഇതുകൂടാതെ തന്നെ VIP-കൾ പങ്കെടുക്കുന്ന പൊതുസമ്മേളനങ്ങൾ, സ്റ്റേഡിയങ്ങളിൽ നടക്കുന്ന വലിയ പരിപാടികൾ, അതിലൊക്കെ തന്നെ ഡ്രോണുകൾ വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഇന്ദ്രജാൽ റേഞ്ചർ എത്തിയതോടുകൂടി ഇത്തരം പൊതുപരിപാടികൾ നടക്കുന്ന ഇടങ്ങളടക്കം ഇനി ഇന്ദ്രജാൽ റേഞ്ചറിന്റെ കീഴിൽ വരും. 4 കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ള മുഴുവൻ ഡ്രോണുകളെ, അത് എത്ര ചെറുതായാലും എത്ര വലുതായാലും, അവയെ കൃത്യമായി കണ്ടെത്തുകയും അവയുടെ സിഗ്നൽ സംവിധാനങ്ങളെ പൂർണ്ണമായി നിർവീര്യമാക്കുകയും അവയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും പിന്നീട് അവയെ ദിശ തെറ്റിച്ച് തകർക്കാൻ കഴിയുന്നതാണ് ഇന്ദ്രജാൽ റേഞ്ചർ. ഏറ്റവും ആവശ്യം വരുന്ന ഘട്ടത്തിൽ വെടിയുതിർത്തുകൊണ്ട് ഈ ഡ്രോണുകളെ തകർക്കാനും ഇന്ദ്രജാലിന് കഴിവുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇന്ത്യയുടെ സൈനിക കരുത്തിനൊരു മുതൽക്കൂട്ടായി മാറും ഇന്ദ്രജാൽ റേഞ്ചർ എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യ തദ്ദേശീയമായി പൂർണ്ണമായും നിർമ്മിച്ച ഇന്ദ്രജാൽ റേഞ്ചർ അധികം വൈകാതെ തന്നെ സേനയുടെ ഭാഗമായി അതിർത്തികളിലേക്ക് എത്തും. ഇന്ത്യ-പാക് അതിർത്തികളിൽ കൂടുതൽ ഇന്ദ്രജാൽ റേഞ്ചറിനെ സ്ഥാപിക്കാനാണ് ഇപ്പോൾ ഇന്ത്യയുടെ സൈന്യം തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ദ്രജാലിനെ ശക്തമാക്കുന്നത് അതിന്റെ AI തലച്ചോറ് തന്നെയാണ്. ഗ്രീൻ റോബോട്ടിക്സിന്റെ സ്വന്തം ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ സ്കൈ OS ആണ് ഇത് നിയന്ത്രിക്കുന്നത്. ഒരു AI തലച്ചോറ്. റഡാറുകളെ വെട്ടിച്ച് പറക്കുന്ന ഡ്രോണുകൾക്ക് പോലും ഇനി രക്ഷയില്ല. ഇന്ദ്രജാലിന് 4 കിലോമീറ്റർ ചുറ്റളവിലുള്ള ചെറുതും വലുതുമായ ഡ്രോണുകളെ കൃത്യമായി കണ്ടെത്താൻ കഴിയും. മനുഷ്യന്റെ ഇടപെടലില്ലാതെ തന്നെ ഡ്രോണുകളെ തിരിച്ചറിയാനും ട്രാക്ക് ചെയ്യാനും അവയെ നശിപ്പിക്കാനുമുള്ള കഴിവ് ഇന്ദ്രജാലിനുണ്ട്. സൈനികരുടെ ജീവൻ കാത്ത് ശത്രുവിന് അതിശക്തമായ രീതിയിൽ അതിവേഗത്തിൽ മറുപടി നൽകാൻ കഴിവുള്ളതാണ് ഇന്ദ്രജാലിന്റെ AI തലച്ചോറ്. ഡ്രോണുകളുടെ റേഡിയോ ഫ്രീക്വൻസി സിഗ്നലുകൾ തടസ്സപ്പെടുത്തി അതിന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെടുത്തും. ഡ്രോണിന് ലഭിക്കുന്ന GPS കൃത്രിമം കാണിച്ച് അതിന്റെ ദിശ തെറ്റിച്ച് വഴിയിൽ വീഴ്ത്തും. ഏറ്റവും അപകടകാരികളായ ഡ്രോണുകളെ വെടിയുതിർത്ത് നിലംപരിശാക്കാനുള്ള സംവിധാനങ്ങളും ഇന്ദ്രജാലിലുണ്ട്. റോഡുകളിലൂടെ സൈന്യം യാത്ര ചെയ്യുമ്പോൾ മുകളിലൂടെയുള്ള ഡ്രോൺ നീക്കങ്ങളെ തടഞ്ഞ് സുരക്ഷ ഉറപ്പാക്കാനും ഇന്ദ്രജാലിന് കഴിയും. രാഷ്ട്ര നേതാക്കളുടെയും പ്രമുഖ വ്യക്തികളുടെയും സുരക്ഷയ്ക്ക് ഇതൊരു അദൃശ്യ കവചം തീർക്കും. സ്റ്റേഡിയങ്ങളിലും റാലികളിലും പുതിയ കാലത്ത് ഡ്രോണുകൾ ഉയർത്തുന്ന ഭീഷണിയെ മറികടക്കാൻ ഇന്ദ്രജാലിലൂടെ കഴിയുമെന്നാണ് സേനയുടെ കണക്കുകൂട്ടൽ. ഇന്ത്യൻ സൈന്യത്തിന് മാത്രമല്ല നമ്മുടെ സുരക്ഷാ ഏജൻസികൾക്കും ഇതൊരു വലിയ മുതൽക്കൂട്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്ദ്രജാൽ റേഞ്ചർ ഒരു വാഹനം മാത്രമല്ല, ഇത് വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് കുതിക്കുന്ന പുതിയ ഇന്ത്യയുടെ പ്രതീകം കൂടിയാണ്.
ഇന്ദ്രജാൽ റേഞ്ചർ എത്തിയതോടുകൂടി ഇത്തരം പൊതുപരിപാടികൾ നടക്കുന്ന ഇടങ്ങളടക്കം ഇനി ഇന്ദ്രജാൽ റേഞ്ചറിന്റെ കീഴിൽ വരും. 4 കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ള മുഴുവൻ ഡ്രോണുകളെ, അത് എത്ര ചെറുതായാലും എത്ര വലുതായാലും, അവയെ കൃത്യമായി കണ്ടെത്തുകയും അവയുടെ സിഗ്നൽ സംവിധാനങ്ങളെ പൂർണ്ണമായി നിർവീര്യമാക്കുകയും അവയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും പിന്നീട് അവയെ ദിശ തെറ്റിച്ച് തകർക്കാൻ കഴിയുന്നതാണ് ഇന്ദ്രജാൽ റേഞ്ചർ. ഏറ്റവും ആവശ്യം വരുന്ന ഘട്ടത്തിൽ വെടിയുതിർത്തുകൊണ്ട് ഈ ഡ്രോണുകളെ തകർക്കാനും ഇന്ദ്രജാലിന് കഴിവുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇന്ത്യയുടെ സൈനിക കരുത്തിനൊരു മുതൽക്കൂട്ടായി മാറും ഇന്ദ്രജാൽ റേഞ്ചർ എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യ തദ്ദേശീയമായി പൂർണ്ണമായും നിർമ്മിച്ച ഇന്ദ്രജാൽ റേഞ്ചർ അധികം വൈകാതെ തന്നെ സേനയുടെ ഭാഗമായി അതിർത്തികളിലേക്ക് എത്തും. അതിർത്തികളിൽ ഇന്ത്യ പാക് അതിർത്തികളിൽ കൂടുതൽ ഇന്ദ്രജാൽ റേഞ്ചറിനെ സ്ഥാപിക്കാനാണ് ഇപ്പോൾ ഇന്ത്യയുടെ സൈന്യം തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ദ്രജാലിനെ ശക്തമാക്കുന്നത് അതിന്റെ AI തലച്ചോറ് തന്നെയാണ്. ഗ്രീൻ റോബോട്ടിക്സിന്റെ സ്വന്തം ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ സ്കൈ OS ആണ് ഇത് നിയന്ത്രിക്കുന്നത്. ഒരു AI തലച്ചോർ. റഡാറുകളെ വെട്ടിച്ച് പറക്കുന്ന ഡ്രോണുകൾക്ക് പോലും ഇനി രക്ഷയില്ല. ഇന്ദ്രജാലിന് 4 കിലോമീറ്റർ ചുറ്റളവിലുള്ള ചെറുതും വലുതുമായ ഡ്രോണുകളെ കൃത്യമായി കണ്ടെത്താൻ കഴിയും. മനുഷ്യന്റെ ഇടപെടലില്ലാതെ തന്നെ ഡ്രോണുകളെ തിരിച്ചറിയാനും ട്രാക്ക് ചെയ്യാനും അവയെ നശിപ്പിക്കാനുമുള്ള കഴിവ് ഇന്ദ്രജാലിനുണ്ട്. സൈനികരുടെ ജീവൻ കാത്ത് ശത്രുവിന് അതിശക്തമായ രീതിയിൽ അതിവേഗത്തിൽ മറുപടി നൽകാൻ കഴിവുള്ളതാണ് ഇന്ദ്രജാലിന്റെ AI തലച്ചോറ്. ഡ്രോണുകളുടെ റേഡിയോ ഫ്രീക്വൻസി സിഗ്നലുകൾ തടസ്സപ്പെടുത്തി അതിന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെടുത്തും. ഡ്രോണിന് ലഭിക്കുന്ന GPS കൃത്രിമം കാണിച്ച് അതിന്റെ ദിശ തെറ്റിച്ച് വഴിയിൽ വീഴ്ത്തും. ഏറ്റവും അപകടകാരികളായ ഡ്രോണുകളെ വെടിയുതിർത്ത് നിലംപരിശാക്കാനുള്ള സംവിധാനങ്ങളും ഇന്ദ്രജാലിലുണ്ട്. റോഡുകളിലൂടെ സൈന്യം യാത്ര ചെയ്യുമ്പോൾ മുകളിലൂടെയുള്ള ഡ്രോൺ നീക്കങ്ങളെ തടഞ്ഞ് സുരക്ഷ ഉറപ്പാക്കാനും ഇന്ദ്രജാലിന് കഴിയും. രാഷ്ട്ര നേതാക്കളുടെയും പ്രമുഖ വ്യക്തികളുടെയും സുരക്ഷയ്ക്ക് ഇതൊരു അദൃശ്യ കവചം തീർക്കും. സ്റ്റേഡിയങ്ങളിലും റാലികളിലും പുതിയ കാലത്ത് ഡ്രോണുകൾ ഉയർത്തുന്ന ഭീഷണിയെ മറികടക്കാൻ ഇന്ദ്രജാലിലൂടെ കഴിയുമെന്നാണ് സേനയുടെ കണക്കുകൂട്ടൽ. ഇന്ത്യൻ സൈന്യത്തിന് മാത്രമല്ല നമ്മുടെ സുരക്ഷാ ഏജൻസികൾക്കും ഇതൊരു വലിയ മുതൽക്കൂട്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്ദ്രജാൽ റേഞ്ചർ ഒരു വാഹനം മാത്രമല്ല, ഇത് വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് കുതിക്കുന്ന പുതിയ ഇന്ത്യയുടെ പ്രതീകം കൂടിയാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 255-ലധികം ഡ്രോണുകളെയാണ് BSF വെടിവെച്ചിട്ടത്. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലെ തീവ്രവാദികൾക്ക് ആയുധങ്ങളും മയക്കുമരുന്നുകളും എത്തിക്കുന്നതിനുള്ള ഏറ്റവും എളുപ്പമാർഗമാണ് ഡ്രോണുകൾ. ഇതുകൂടാതെ തന്നെ VIP കൾ പങ്കെടുക്കുന്ന പൊതുസമ്മേളനങ്ങൾ, സ്റ്റേഡിയങ്ങളിൽ നടക്കുന്ന വലിയ പരിപാടികൾ, അതിലൊക്കെ തന്നെ ഡ്രോണുകൾ വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്.